എവരിവൺ, അപ്പൊ ഇന്ന് നമ്മള് ഒരാളുടെ പിറന്നാളിന് വേണ്ടിയിട്ട് നമ്മളത് യാത്ര പോവാൻ പോവാണ്. ഓക്കെ, പിറന്നാൾ കുട്ടി എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ പിറന്നാൾ കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. പിറന്നാൾ കുട്ടി. അപ്പൊ നമ്മളിത് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. യാത്ര എങ്ങോട്ടാണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സ്ഥലങ്ങളൊന്നുമില്ല, വെറുതെ പോവാം. അധികം ദൂരം നമുക്ക് യാത്ര ചെയ്യാനും പറ്റുന്നില്ല അല്ലേ? അടുത്ത വർഷം ആകുമ്പോഴേക്കും എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം. ആശംസകൾ. അപ്പൊ നമുക്ക് എന്തായാലും യാത്ര പോവാം. ഹലോ ഫ്രണ്ട്സ്, ബർത്ത്ഡേ കുട്ടിക്ക് A2B ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വന്നതാണ്. ഒടുക്കത്തെ തിരക്ക് കാരണം നമ്മള് ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഇപ്പൊ നമ്മള് കൃഷ്ണഗിരിയുടെ തൊട്ടടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മളെ A2B ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞു A2Bയുടെ പരിപ്പിളകിയിരിക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ A2B ഫുഡ് കഴിക്കണത് ഒരു ഇതാണല്ലോ. അപ്പൊ ഈ നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉള്ള ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നല്ല സ്ഥലമാണ്, പക്ഷേ എങ്കിൽ ഇതാണ് പ്രശ്നം. ആകെ ഇത്തിരി ഗോളേ ഉള്ളൂ A2Bയുടെ സ്ഥലം. അതിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. അത് മാത്രം തോന്നോട്ടുള്ളൂ. തൊട്ടപ്പുറത്ത് പമ്പൊക്കെ ഉണ്ട്. അപ്പോ നാട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞങ്ങള് ശശിയായിട്ട് കാലത്തന്നെ ശശിയാവാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലേ? A2B ഭക്ഷണം കിട്ടാതെ വരുന്നത് നമുക്ക് ആദ്യമായിട്ടാണ് അല്ലേ? അത്രയ്ക്ക് തിരക്കുണ്ട്, ഒരു ജനസാഗരമുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടുള്ള വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും കുറെ കേരള വണ്ടിയിലുണ്ട്. ഭയങ്കര തിരക്കാണ്. വരുന്നത് മൊത്തം അത് രക്ഷയ്ക്കിട്ട് വരുന്നത്. കുറച്ച് അപ്പുറത്തെ ഒരു ശരവണഭവൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു A2B കഴിക്കണം എന്നും പറഞ്ഞിട്ട് വന്നതാണ്. ആ ശരവണഭവനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ. അതെ, അത് ഞങ്ങളോട് കസ്റ്റമേഴ്സിനോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു ടീമായിരുന്നു അവിടെ. അന്ന് തീരുമാനിച്ചു ഞങ്ങൾ ഇനി അവിടെ കയറില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കയറാതിരുന്നതാണ്. അതെ, A2B ചതിച്ചത് കൊണ്ട് അല്ല എന്നാലും പ്രശ്നമില്ല, നമ്മളവിടെ കയറില്ല. നമ്മളിനി വീണ്ടും മുന്നോട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും കയറും. അല്ല, ഞാൻ പറയായിരുന്നു ചതിച്ചായിരുന്നു. ഓക്കെ, വീണ്ടും അടുത്ത ലൊക്കേഷനിൽ കാണാം.